നമസ്കാരം. അജിത് കുമാർ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. അജിത് കുമാറിന്റെ നിറഞ്ഞാട്ടമായിരിക്കും പുതിയ ചിത്രത്തിൽ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാർക്ക് ആന്റണി എന്ന ഹിറ്റിന് ശേഷം സംവിധായകൻ ആദിക് രവിചന്ദ്രൻ ഒരുക്കുന്നതെന്നാണ് ആകർഷണം. ചിത്രം റിലീസ് ഏപ്രിൽ 10-നാണ്. ഗുഡ് ബാഡ് അഗ്ലിയുടെ ടീസർ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടു. അജിത് കുമാർ നായകനായി ഒടുവിൽ വന്നതാണ് വിടാമുയർച്ചി. അജിത്തിന്റെ വിടാമുയർച്ചി ആഗോളതലത്തിൽ 136 കോടി മാത്രമാണ് നേടിയത്. ഇതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് അജിത് കുമാറിന്റെ വിടാമുയർച്ചി OTT-യിലെത്തിയത്. OTT-യിൽ മാർച്ച് 3-നാണ് എത്തിയത്. വിടാമുയർച്ചിയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലാണെന്നാണ് റിപ്പോർട്ട്. അജിത്തിന്റെ വിടാമുയർച്ചി പ്രഖ്യാപിച്ചിട്ട് 2 വർഷത്തോളമായിരുന്നു. ഒടുവിൽ അജിത്തിന്റെ വിടാമുയർച്ചി എന്ന സിനിമ പ്രദർശനത്തിനെത്തിയെങ്കിലും പ്രതീക്ഷിച്ച വിജയം നേടാനാകുന്നില്ലെന്നതും കളക്ഷൻ കുറവാണെന്നുമാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അജിത് നായകനായി വേഷമിട്ടതിൽ മുൻപ് വന്നത് തുനിവാണ്. മികച്ച വിജയമായി മാറിയിരുന്നു അജിത് ചിത്രം തുനിവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സംവിധാനം നിർവഹിച്ചത് H. വിനോദായിരുന്നു. അജിത്തിന്റേതായി 2 വർഷം കഴിഞ്ഞാണ് സിനിമ എത്തിയതെന്നതും വിടാമുയർച്ചിയുടെ പ്രത്യേകതയാണ്. ഹിറ്റ് മേക്കർ ആന്റ്ലിയുടെ ഒരു തമിഴ് ചിത്രത്തിൽ അജിത് നായകനാകാനും സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സുധാ കുങ്ങര പ്രസാദ് സംവിധാനത്തിലുള്ള ചിത്രത്തിലും അജിത് നായകനായേക്കുമെന്നും ഒരു റിപ്പോർട്ടുണ്ട്. സംവിധായകൻ ശ്രീ ഗണേഷ് അജിത്തുമായി സിനിമ സംബന്ധിച്ച ചർച്ചകളിലാണെന്ന റിപ്പോർട്ടുകളാണ് ആരാധകർക്കിടയിൽ പ്രചരിക്കുന്നത്. ശ്രീ ഗണേഷ് കുരുതി ആട്ടത്തിന്റെ സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധയാകർഷിച്ചതാണ്. സംവിധായകനായി ശ്രീ ഗണേഷിന്റെ ആദ്യത്തെ ചിത്രം തോട്ടകൾ ആണ്. സംവിധായകൻ ശ്രീ ഗണേഷിന്റെ രണ്ടാമത്തെ ചിത്രം അടുത്തിടെ പുറത്തിറങ്ങിയ കുരുതിയാട്ടമാണ്. തമിഴകത്തിന്റെ അഥർവ നായകനായി എത്തിയ ചിത്രത്തിൽ നിരവധി അജിത് റെഫറൻസുകൾ ഉള്ളതിനാലാണ് അത്തരം വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത്. അതേസമയം ഒരു പിടി മികച്ച സിനിമകൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ വർഷം തമിഴ് സിനിമ എൻട്രി നടത്തിയത്. എന്നാൽ അടുത്തിടെ അജിത്തിന്റെ ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു. ഗുഡ് ബാഡ് അഗ്ലി ഷൂട്ടിനിടയിലുള്ള ചിത്രങ്ങളായിരുന്നു അത്. പുതിയ ലുക്കിലായിരുന്നു താരം. വലിയ തോതിൽ ഭാരം കുറിച്ചാണ് അജിത്ത് കാണപ്പെട്ടത്. പുതിയ ചിത്രത്തിലെ ലുക്കിന് വേണ്ടി അജിത്ത് 3 മാസത്തിൽ 20 കിലോയിലേറെ കുറച്ചുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, കാർ റേസിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി കൂടിയാണ് 3 മാസത്തിനുള്ളിൽ 25 കിലോയിലധികം ഭാരം അജിത്ത് കുറച്ചത്. ഇത് ആരാധകരെ അമ്പരിപ്പിച്ചതുമാണ്.